എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചാണ് പഠിച്ചത്. ഉൽപാദന സാധ്യതാ വക്രം, അതായത് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അതിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. നമ്മൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞു, എന്തുകൊണ്ടാണ് അതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നറിയപ്പെടുന്നതെന്ന് പറഞ്ഞു, അതിന്റെ ഗ്രാഫ് വരച്ചു. നിങ്ങളെല്ലാവരും ആ ക്വസ്റ്റ്യൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ അനുസരിച്ച് ഗ്രാഫ് വരച്ചിരിക്കുമെന്ന് കരുതുന്നു. എക്സാമിന് 3 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷനും അതുപോലെ ആ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാനും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. അപ്പോൾ അതിൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് two goods which an economy can produce with available resources and given technology എന്ന് പറഞ്ഞു. അതായത് നിലവിലെ സാങ്കേതിക വിദ്യയും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങൾ, നമ്മൾ ഗുഡ് 1 ഗുഡ് 2 അല്ലെങ്കിൽ ഗുഡ് എക്സും ഗുഡ് വൈയുമാണ് അവിടെ എടുത്തത്. രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത സംയോഗ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വക്രമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നത് നമ്മളവിടെ പറഞ്ഞു. അതുപോലെ അവിടെ റിസോഴ്സസിന്റെ വിഭവങ്ങളുടെ പരിധി ഉള്ളത് കൊണ്ടാണ് അതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് വിളിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പ്. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തേക്ക് താഴേക്ക് ചരിഞ്ഞു പോകുന്ന വക്രമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൺകേവ് ടു ദ ഒറിജിൻ എന്ന് പറഞ്ഞു. അതിന്റെ ഷേപ്പ് കോൺകേവ് ആകൃതിയിലാണ് എന്ന് പറഞ്ഞു. പ്രത്യേകം ഓർക്കുക, 1 മാർക്കിന് ചോദിക്കും ജനറൽ കേസിൽ. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് കോൺകേവ് ഷേപ്പാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഉൽപാദന സാധ്യതാ വക്രത്തിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? സ്ലോപ്പ് മീൻസ് ചരിവ് നിർണ്ണയിക്കുന്നത് ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു അതിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതുപോലെ കോൺകേവ് ടു ദ ഒറിജിൻ ആണെന്നും പറഞ്ഞു. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. സീമാന്ത അവസര ചെലവ് എന്നാണ് അതിന്റെ മലയാളം മീനിങ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓർ MOC എന്ന് പറയും. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയും, MOC എന്ന് അറിയാം. MOC കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. MOC of x, അതായത് രണ്ട് പ്രോഡക്റ്റ് എക്സും വൈയും എന്ന് പറയുന്ന രണ്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ MOC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ MOC of x is equal to delta y divided by delta x. ഡെൽറ്റ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്, ഡെൽറ്റ എന്ന സിമ്പൽ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെയാണ്. ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ x എന്നറിയപ്പെടുന്നത്, അതായത് ചേഞ്ച് ഇൻ ഗുഡ് y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഗുഡ് x. അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, MOC of x is equal to x എന്ന പ്രോഡക്റ്റിന്റെ MOC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ MOC of x is equal to ഡെൽറ്റ y ഡിവൈഡഡ് ബൈ ഡെൽറ്റ x ആണ്. അതായത് y എന്ന പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ x എന്ന പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മാർജിനൽ x എന്ന പ്രോഡക്റ്റിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ലഭിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് അതിന്റെ ഡെഫിനിഷൻ എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC എന്ന് പറയും. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, രണ്ട് പ്രോഡക്ട്സ് ഉണ്ട്, ഗുഡ് എക്സും ഗുഡ് വൈ. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ചത്. അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഗുഡ് എക്സ് 0 1 2 3 4, അതായത് ഗുഡ് എക്സിന്റെ അളവ് വർദ്ധിക്കുന്നു, 0 നിന്ന് 4ലേക്ക് പോകും. അതേസമയം ഗുഡ് വൈയുടെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്, അതായത് 10 9 7 4 0. അതായത് ഗുഡ് എക്സ് 0 നിന്ന് 1 യൂണിറ്റ് ആയപ്പോൾ ഗുഡ് വൈ 10 യൂണിറ്റ്സിൽ നിന്ന് 9 യൂണിറ്റ്സ് ആയി കുറഞ്ഞു. അതുപോലെ ഗുഡ് എക്സ് 1 യൂണിറ്റിൽ നിന്ന് 2 യൂണിറ്റ് ആയപ്പോൾ ഇവിടെ ഗുഡ് വൈയുടെ അളവ് 9 നിന്ന് 7 ആയി കുറഞ്ഞു. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ, നമുക്കറിയാം ഏതൊരു സമ്പദ് വ്യവസ്ഥയാണെങ്കിലും റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി പഠിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഏതൊരു സമ്പദ് വ്യവസ്ഥയാണെങ്കിലും അവിടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആ ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ രണ്ട് സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള അത്രയും അളവ് സാധനങ്ങൾ ഒരു കാരണവശാലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, ഗുഡ് എക്സ് 0 നിന്ന് 1 യൂണിറ്റ് ആയി. അപ്പോൾ ഗുഡ് വൈ നേരത്തെ 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ 9 യൂണിറ്റ് ആയി കുറഞ്ഞിരിക്കുന്നു.
അതായത് ഒരു സാധനം ഗുഡ് എക്സിന്റെ അളവ് വർദ്ധിപ്പിച്ചപ്പോൾ നമുക്ക് ഗുഡ് വൈയുടെ സം യൂണിറ്റ്സ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു, അതായത് ത്യജിക്കേണ്ടി വന്നു. അതിനെ കുറച്ചളവ് നമുക്ക് ഫോർഗോൺ ചെയ്യേണ്ടി വന്നു, ഉപേക്ഷിക്കേണ്ടി വന്നു. വീണ്ടും നോക്കുക, ഒരു യൂണിറ്റിൽ നിന്ന് ഗുഡ് എക്സ് 2 യൂണിറ്റ് ആയി. അപ്പോൾ ഗുഡ് വൈ 9 നിന്ന് 7 ആയി കുറഞ്ഞു. അവിടെ 2 യൂണിറ്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്തു. ഗുഡ് വൈ 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. വീണ്ടും നോക്കുക, ഗുഡ് എക്സ് 2 നിന്ന് 3 യൂണിറ്റ് ആയി. ഗുഡ് വൈ 7 നിന്ന് 4 യൂണിറ്റ് ആയി കുറഞ്ഞിരിക്കുന്നു. ഇതിനർത്ഥം ഇവിടെ നമ്മൾ 3 യൂണിറ്റ് ഗുഡ് വൈ ഗുഡ് എക്സിന് വേണ്ടി, ഗുഡ് എക്സിന്റെ 1 യൂണിറ്റിന് വേണ്ടി നമ്മൾ ഗുഡ് വൈയുടെ 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ അളവ് കൂട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ ഗുഡ് എക്സിന്റെ അളവാണ് കൂട്ടിയത്. ഗുഡ് എക്സിന്റെ അളവ് കൂട്ടിയപ്പോൾ ഗുഡ് വൈയുടെ അളവ് കുറയ്ക്കേണ്ടി വന്നു. നേരെ തിരിച്ച് ഗുഡ് വൈയുടെ അളവാണ് കൂട്ടേണ്ടതെങ്കിൽ സ്വാഭാവികമായും ഗുഡ് എക്സിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും. ഇതാണ് ഈ പ്രതിസ്ഥാപന നിരക്കാണ്. ഒന്നിന് പകരം, അതായത് ഒരു സാധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മറ്റൊരു സാധനത്തിന്റെ അളവ് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നു. ആ ഉപേക്ഷിക്കുന്ന നിരക്കാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്, സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറയുന്നത്. ഈ സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് അഡീഷണൽ കോസ്റ്റ് in terms of number of goods. ഇതൊരു അഡീഷണൽ കോസ്റ്റ് ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് in terms of number of goods. സാധന സേവനങ്ങളുടെ അല്ലെങ്കിൽ സാധനത്തിന്റെ അളവിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്, എണ്ണത്തിലാണ് നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. number of goods sacrificed for the production of additional units of another good. അതായത് ഒരു സാധനത്തിന്റെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ അതിന് പകരം രണ്ടാമത്തെ സാധനത്തിന്റെ അളവിൽ അതിൽ കുറച്ച് അളവ് നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ഗുഡ്സ് സാക്രിഫൈസ്ഡ് ഫോർ ദ അഡീഷണൽ പ്രൊഡക്ഷൻ ഓഫ് അനദർ ഗുഡ്. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് നമുക്ക് കുറയ്ക്കേണ്ടി വരുന്നു, സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു. ആ സാക്രിഫൈസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് വർദ്ധിപ്പിച്ച സാധനത്തിന്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ആ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാൻ ചോദിക്കും. ആ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് MOC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ആണ്. അതിന്റെ ഇക്വേഷൻ ഇതാണ്, MOC of x is equal to delta y divided by delta x. നേരെ തിരിച്ച് MOC of y ആണെങ്കിൽ ഇക്വേഷൻ delta x divided by delta y എന്നായിരിക്കും വരും. അപ്പോൾ ഇവിടെ നമുക്ക് MOC കാൽക്കുലേറ്റ് ചെയ്യും. ആദ്യത്തേൽ ചേഞ്ച് ഉണ്ടാവുകയില്ല. രണ്ടാമത്തേൽ ഡെൽറ്റ y, അതായത് ചേഞ്ച് ഡെൽറ്റ y എന്ന് പറയുന്നത് ഇവിടെ 10 9 ചേഞ്ച് എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ ഇവിടത്തെ ചേഞ്ച് ഗുഡ് എക്സിന്റെ ചേഞ്ച് 0 1, ഇവിടെ ചേഞ്ച് 1. അപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1 എന്ന് ലഭിക്കും. അടുത്തായി നമുക്ക് നോക്കാം രണ്ടാമത്തെ, ഇവിടെ 9 നിന്ന് ഗുഡ് y 9 നിന്ന് 7 ആയി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഡെൽറ്റ y എന്ന് പറയുന്നത് ഗുഡ് വൈയുടെ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഇവിടെ 1 ൽ നിന്ന് 2 യൂണിറ്റ്, ഗുഡ് എക്സ് 1 ൽ നിന്ന് 2 യൂണിറ്റ്. അപ്പോൾ ഇവിടത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. അപ്പോൾ 2/1 is equal to 2. അടുത്തായി നമുക്ക് നോക്കാം, ഗുഡ് വൈയുടെ ചേഞ്ച് 7 ൽ നിന്ന് 4 ആയി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടത്തെ ചേഞ്ച് 3 ആണ്. 3 ഇവിടെ എല്ലാം 1 യൂണിറ്റ് ആണ്, ഓരോ യൂണിറ്റ് തന്നെയാണ് കൂടുന്നത്. അപ്പോൾ ഇവിടത്തെ ചേഞ്ച് എല്ലാം സെയിം ആണ്. അപ്പോൾ 1. അപ്പോൾ 3/1 3 ആണ്. അടുത്ത ഇവിടത്തെ ചേഞ്ച് ഗുഡ് വൈയുടെ അടുത്ത ചേഞ്ച് 4 ആണ്. 4/1 is equal to 4. ഇതാണ് MOC, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, MOC വർദ്ധിക്കുന്നതായി കാണാം. MOC വർദ്ധിക്കുന്നതായി കാണാം. അതായത് 1 2 3 4 അങ്ങനെ MOC വർദ്ധിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് MOC കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, നമ്മുടെ MOC of x ഇവിടെ x ആണ് വർദ്ധിക്കുന്നത്, അതുകൊണ്ട് x ന്റെ MOC ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ MOC of x is equal to delta y divided by delta x. delta y എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ y, delta x എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഗുഡ് x ആണ്. ഇവിടെ ഡെൽറ്റ y എന്ന് പറയുന്നത് 10 9, അപ്പോൾ ചേഞ്ച് 1 ആണ്. ഗുഡ് x ന്റെ ചേഞ്ച് 1 ആണ്. അപ്പോൾ 1/1 1. അടുത്ത ഗുഡ് y യുടെ ചേഞ്ച് 9 ൽ നിന്ന് 7 ആയി കുറയുന്നു. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. അപ്പോൾ 2/1 ഇവിടുത്തെ ചേഞ്ച് ഗുഡ് x ന്റെ ചേഞ്ച് എല്ലാം സെയിം ആണ്, എല്ലായിടത്തും 1 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് 2/1 is equal to 2. അടുത്ത ചേഞ്ച് 7 ൽ നിന്ന് 4 ആയി കുറയുന്നു. അപ്പോൾ അവിടുത്തെ ചേഞ്ച് 3 ആണ്. അപ്പോൾ 3/1 is equal to 3. അടുത്ത ചേഞ്ച് 4 ൽ നിന്ന് 0 ആയി കുറയുന്നു. അപ്പോൾ അവിടുത്തെ ചേഞ്ച് 4 ആണ്. 4/1 is equal to 4. ഈ പ്രകാരമാണ് നമുക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? MOC ആണെന്ന് പറഞ്ഞു. MOCയുടെ എക്സ്പാൻഷൻ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പറഞ്ഞു. MOC of x is equal to delta y divided by delta x എന്ന് പറഞ്ഞു. അതിനുശേഷം MOC എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അടുത്തായി നമ്മൾ നോക്കുന്നത് MOC അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പും തമ്മിലുള്ള ബന്ധം. MOCയും PPCയുടെ ഷേപ്പും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആദ്യമേ പറഞ്ഞു PPCയുടെ സ്ലോപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ ആണ് MOC എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, MOC ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. ചില അവസരങ്ങളിൽ MOC കുറയാം, മറ്റു ചിലപ്പോൾ MOC കോൺസ്റ്റന്റ് ആയിട്ടും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ടേബിൾ അനുസരിച്ച് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് അനുസരിച്ച് ഇവിടെ MOC കൂടുന്നതായിട്ടാണ് കണ്ടത്. ചില അവസരങ്ങളിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ MOC കുറഞ്ഞു വരാം, മറ്റു ചിലപ്പോൾ MOC കോൺസ്റ്റന്റ് ആയിട്ടിരിക്കാം. ദർ ഈസ് നോ ചേഞ്ച് ഉണ്ടാകാതിരിക്കാം. അപ്പോൾ അത് PPCയുടെ ഷേപ്പിനെയും അഫക്റ്റ് ചെയ്യും. PPCയുടെ ഷേപ്പിനെയും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് എപ്രകാരമാണ്? 3 മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് MOC ആൻഡ് PPC. MOCയും PP അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MOC ആൻഡ് PPC. PPCയും MOCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് നോക്കാം. MOCയും PPCയുടെ ഷേപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MOC ആൻഡ് PPC. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും തമ്മിലുള്ള. ഇപ്പോൾ ജനറൽ കേസിൽ ഞാൻ ആദ്യമേ പറഞ്ഞു PPCക്ക് കോൺകേവ് ഷേപ്പാണ് എന്ന് പറഞ്ഞു. അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം. അത് എപ്പോഴും MOCയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ജനറൽ കേസിൽ ഓർക്കുക PPCക്ക് കോൺകേവ് ഷേപ്പാണ്. അങ്ങനെ ആകാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതെപ്പോഴും MOCയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ചേഞ്ച് MOCയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഫസ്റ്റ് കോളത്തിൽ MOCയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, സെക്കൻഡ് കോളത്തിൽ PPC, അതുപോലെ അതിന്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യും. ഇങ്ങനെ 3 കോളമാണുള്ളത്. എക്സാമിന് 3 മാർക്കിന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ MOC ഇൻക്രീസ്. MOC വർദ്ധിക്കുകയാണ്. PPCക്ക് കോൺകേവ് ഷേപ്പ് ആയിരിക്കും. കോൺകേവ് ഷേപ്പിന്റെ ഒരു മാതൃകയാണ് വരച്ചിരിക്കുന്നത്. PPCക്ക് കോൺകേവ് ഷേപ്പ് ആയിരിക്കും. നമ്മൾ അതിന്റെ ഫസ്റ്റ് PPC വരച്ചത് കോൺകേവ് ഷേപ്പിലാണ്. അവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചു MOC അവിടെ വർദ്ധിക്കുകയാണ്. അപ്പോൾ MOC ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PPCക്ക് കോൺകേവ് ഷേപ്പ് ആയിരിക്കും. ഒരുപക്ഷെ MOC കുറയുകയാണെങ്കിൽ MOC ഡിക്രീസിങ്, MOC കുറയുകയാണെങ്കിൽ PPCക്ക് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. അതിന്റെ കർവിന്റെ ഷേപ്പ് മാറി വന്നിരിക്കുന്നു. PPCക്ക് കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. നേരെ മറിച്ച് MOC കോൺസ്റ്റന്റ് ആണ്, ദർ ഈസ് നോ ചേഞ്ച്, യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ലെങ്കിൽ PPC എന്ന് പറയുന്ന ഒരു നേർരേഖയിലായിരിക്കും, അതായത് ലീനിയർ ആയിരിക്കും. PPCയുടെ
ലീനിയർ മീൻസ് നേർരേഖ ആയിരിക്കും. അപ്പോൾ നോക്കുക, 3 കേസാണ് ഇവിടെ പറയുന്നത്. MOC വർദ്ധിക്കുകയാണ്, ഇൻക്രീസിംഗ് ചേഞ്ച്, MOC ഉണ്ടാകുന്ന ചേഞ്ച് ഇൻക്രീസിംഗ് ആണെങ്കിൽ PPC കോൺകേവ് ഷേപ്പ് ആയിരിക്കും. കോൺകേവ് ഷേപ്പ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതുപോലെ MOC കുറയുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ PPC കോൺവെക്സ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ MOC എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ മീൻസ് നോ ചേഞ്ച്, യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ലെങ്കിൽ, MOCക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ലെങ്കിൽ PPC എന്ന് പറയുന്ന ഒരു ലീനിയർ ലൈൻ ആയിരിക്കും, അതായത് നേർരേഖയിലാണ്. ഇപ്രകാരം 3 മാർക്കിന് മുൻകാലങ്ങളിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് MOCയും PPCയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ടേബിൾ തന്നിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, MOC കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. MOC കൂടുകയാണെങ്കിൽ അവിടെ എപ്പോഴും PPCക്ക് കോൺകേവ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ MOC കുറയുന്നു എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ MOC കുറയുകയാണെന്ന് കണ്ടാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരിക അവിടെ PPCക്ക് കോൺവെക്സ് ഷേപ്പ്, ഈ ആകൃതിയിലായിരിക്കും PPC നമുക്ക് കിട്ടുക. ജനറൽ കേസിൽ എപ്പോഴും PPCക്ക് കോൺകേവ് ഷേപ്പ് തന്നെയായിരിക്കും വരിക. പക്ഷേ MOC കുറയുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരണം PPC കോൺവെക്സിലായിരിക്കും. ഇതുപോലെ ആയിരിക്കും നമുക്ക് വരയ്ക്കുമ്പോൾ കിട്ടുക. PPC വരയ്ക്കുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ PPCക്ക് കോൺവെക്സ് ഷേപ്പ് കിട്ടും. കോൺവെക്സ് ആണെങ്കിൽ അവിടെ MOC തീർച്ചയായും MOC കുറയുന്നതായി കാണാം. അതുപോലെ ഇവിടെ MOC കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽ നോ ചേഞ്ച്, അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഇതുപോലെ ഒരു ലീനിയർ ലൈൻ ആയിരിക്കും, നേർരേഖയിലായിരിക്കും PPC വരികയെന്ന് പറയുന്നത്. ഇതാണ് MOC PPC തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് കുറയുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. MOC എങ്ങനെയാണ് കുറയുന്നത് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. MOC കുറയുന്ന ഒരു കേസ് നമുക്ക് നോക്കാം. ഗുഡ് X ഫസ്റ്റ് കോളത്തിൽ ഗുഡ് X, സെക്കൻഡ് കോളത്തിൽ ഗുഡ് Y, തേർഡ് കോളത്തിൽ MOC. ഗുഡ് X 0 1 2 3 4. ഇവിടെ നമുക്ക് നോക്കാം ഗുഡ് Y 10 6 3 1 0. ഇത് MOC കുറയുന്ന കേസാണ്. നമ്മൾ ആദ്യം പഠിച്ചത് MOC കൂടുന്ന കേസാണ് പഠിച്ചത്. ഇവിടെ MOC കുറയുന്ന കേസാണ് പറയുന്നത്. ആദ്യത്തിൽ ഫസ്റ്റിൽ ഒരിക്കലും ചേഞ്ച് ഉണ്ടാവുകയില്ല. അടുത്തിൽ നമുക്ക് നോക്കാം ഗുഡ് Y എന്ന് പറയുന്നത് 10, ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ Y ആണ് നമ്മൾ എടുത്തത് MOC കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്. ഡെൽറ്റ Y ബൈ ഡെൽറ്റ X ആണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നോക്കാം 4y, ഇവിടുത്തെ ചേഞ്ച് 1 is equal to 4. അടുത്ത ചേഞ്ച് 6 ഉം 3 ഉം തമ്മിലുള്ള ചേഞ്ച് 3/1 is equal to 3. അടുത്ത ചേഞ്ച് 3 ഉം 1 ഉം ആണ്, അപ്പോൾ ചേഞ്ച് 2/1 is equal to 2. അടുത്ത ചേഞ്ച് 1 0 ചേഞ്ച് 1, ഇവിടെയും ചേഞ്ച് 1 തന്നെയാണ്, 1/1 is equal to 1. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ MOC ഡിക്രീസ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും PPC എന്ന് പറയുന്നത് കോൺവെക്സ് ഷേപ്പിലായിരിക്കും. ഇത് നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് വരച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകാം ഗുഡ് X ആക്സിലും ഗുഡ് Y ആക്സിലും വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു PPC വരച്ചു നോക്കുക. തീർച്ചയായും അത് കോൺവെക്സ് ഷേപ്പിലായിരിക്കും. നേരത്തെ കിട്ടിയതുപോലെയല്ല, കോൺവെക്സ് ഷേപ്പിലായിരിക്കും അത് കിട്ടുക. കാരണം ഇവിടെ MOC കുറയുന്നത് കൊണ്ടാണ് പ്രകാരം വരുന്നത്. ഇനി നമുക്ക് MOC കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഗുഡ് Yയിലെ ചേഞ്ച് നമുക്ക് നോക്കാം. ഗുഡ് Yയിൽ മാറ്റം വരുത്തി 16 12 8 4 0. പക്ഷേ ഗുഡ് X ഇൻക്രീസ് ചെയ്യുകയാണ് 0 1 2 3 4 എന്ന്. ഇവിടുത്തെ MOC കാൽക്കുലേറ്റ് ചെയ്താൽ ഇവിടുത്തെ ചേഞ്ച് 16 12, ചേഞ്ച് എന്ന് പറയുന്നത് 4/1 is equal to 4. അടുത്ത ചേഞ്ച് 12 8, ചേഞ്ച് എന്ന് പറയുന്നത് 4 ആണ്, 4/1 is equal to 4. അടുത്ത 8 4, ചേഞ്ച് 4 ആണ്, 4/1 is equal to 4. 4 0, ചേഞ്ച് 4/1 is equal to 4. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും MOC കോൺസ്റ്റന്റ് ആണ്, അതായത് MOC യാതൊരു ചേഞ്ചും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിനർത്ഥം PPC എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ PPC ഒരു ലീനിയർ ലൈൻ ആയിരിക്കും, നേർരേഖയിലുള്ള ഒരു ലൈൻ ആയിരിക്കും. കാരണം MOC ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഇതും നിങ്ങൾ ബുക്കിൽ വരയ്ക്കുക, ഗ്രാഫ് വരയ്ക്കുക. ഗുഡ് X ഉം ഗുഡ് Y ഉപയോഗിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുക ഒരു ലീനിയർ ലൈൻ ആയിരിക്കും. ഇതും എക്സാമിന് ചോദിക്കാം. MOC കാൽക്കുലേറ്റ് ചെയ്യാനും അതനുസരിച്ച് PPC വരയ്ക്കാനും. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട, 3 ഷേപ്പിലും PPC കിട്ടാറുണ്ട്. അതായത് കോൺകേവ് ഷേപ്പിൽ, കോൺവെക്സ് ഷേപ്പിൽ, അതുപോലെ തന്നെ ലീനിയർ ലൈനായും MOC
സി ലഭിക്കാറുണ്ട്. അടുത്തായി നമ്മൾ നോക്കുന്നത് PPC പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന ഭാഗത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷിഫ്റ്റ് ഇൻ PPC, അതായത് PPC യിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മാറ്റം, ചേഞ്ച്. ഷിഫ്റ്റ് ഇൻ PPC യിൽ ഉണ്ടാകുന്ന ചേഞ്ച്. എപ്രകാരമാണ് PPC ചേഞ്ച് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം PPC വരച്ചതിന് ശേഷം അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഐഡന്റിഫൈ ദി ഫോളോയിങ് പോയിന്റ്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 3 പോയിന്റ്സ് അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അതായത് PPC യിലുള്ള ഒരു പോയിന്റ്, PPC ഉള്ള അതുപോലെ PPC അകത്തുള്ള ഒരു പോയിന്റ്, അതുപോലെ PPC ക്ക് വെളിയിലുള്ള പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, മുൻകാലങ്ങളിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരിക്കലും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ടച്ച് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാം ഉണ്ടാകുകയില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അതായത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ഇക്കോണമി, അതുപോലെ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുമാണ് പ്രധാനമായും ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ടച്ച് ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് ചോദിക്കില്ല. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരച്ച് പഠിക്കുക തന്നെ വേണം. 3 കേസാണ് നമ്മളവിടെ പറഞ്ഞത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഷിഫ്റ്റ് ഇൻ PPC, അതായത് PPC യിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. എപ്പോഴാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതായത് സാധാരണഗതിയിൽ ഇതാണ് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. നമ്മൾ വരച്ചു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഒരു പേര് കൊടുത്താൽ നമുക്ക് AB എന്ന് വിളിക്കും. എക്സ് ആക്സിൽ ഗുഡ് എക്സ് അല്ലെങ്കിൽ ഗുഡ് 1 മാർക്ക് ചെയ്യുന്നു, Y ആക്സിൽ ഗുഡ് Y മാർക്ക്. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യാം. അതായത് ഔട്ട്വേർഡ് ആയിട്ടും ഇൻവേർഡ് ആയിട്ടും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യാം. ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇൻവേർഡ് മീൻസ് അകത്തേക്ക് അതല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് നിലവിലുള്ള PPC ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ നിലവിലുള്ള PPC AB ആണ്, അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയ പേര് കൊടുക്കുന്നു A1 എന്നും B1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തത്. പുതിയ PPC A1 B1. നമ്മുടെ ഒറിജിനൽ PPC എന്ന് പറയുന്നത് AB ആണ്, അത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് A യിൽ നിന്ന് A1 ആയി B യിൽ നിന്ന് B1 ആയി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് A1 B1 എന്ന് ലഭിക്കും. അപ്പോൾ ഇതിന്റെ കാരണം പരീക്ഷിച്ചു. അതായത് PPC റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ PPC? അതിന്റെ കാരണം എന്താണ്? റൈറ്റിലേക്ക് ഷിഫ്റ്റ്, ഞാൻ പറഞ്ഞു റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് 2 പോയിന്റ്സേ ഉള്ളൂ. ഒന്ന്, increase in the availability of resources. Increase in availability of resources. അതായത് ലഭ്യമായ വിഭവങ്ങൾ വർദ്ധിക്കുന്നു. അതായത് നമ്മുടെ കൈവശമുള്ള വിഭവങ്ങളുടെ അളവ് കൂടുകയാണെങ്കിൽ നിലവിലുള്ള PPC റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മറ്റൊന്ന്, ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. അപ്പോൾ ഈ 2 കാരണങ്ങൾ മൂലമാണ്. അതായത് ഒന്ന്, ലഭ്യമായ വിഭവങ്ങളുടെ അളവ് വർദ്ധിക്കുന്നു. കാരണം വിഭവങ്ങളുടെ പരിധിയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഒരിക്കലും അതിന് വെളിയിലേക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ലഭ്യമായ വിഭവങ്ങളുടെ പരിധിയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ആദ്യത്തെ നമ്മൾ AB എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവാണ് വരച്ചത്. അപ്പോൾ അതിന്റെ അർത്ഥം ഒന്നുകിൽ AB എന്ന ലൈനിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ. ഒരിക്കലും AB എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ വെളിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, കാരണം അത് വിഭവങ്ങളുടെ പരിധിയാണ്. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഭവങ്ങളുടെ പരിധി വർദ്ധിച്ചിരിക്കുന്നു. A1 B1 ആയിരിക്കുന്നു. അതിനർത്ഥം അവിടെ വിഭവങ്ങളുടെ അളവ് കൂടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ റീസൺസ് ചോദിച്ചാൽ പറയുക, AB എന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് A1 B1 ആയി വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന്, ഇൻക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളുടെ അളവ് വർദ്ധിച്ചിരിക്കുന്നു. മറ്റൊന്ന്, ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി, സാങ്കേതിക വിദ്യയിലുള്ള പുരോഗതി. നേരെ മറിച്ച് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ,
അതായത് നിലവിലുള്ള PPC അകത്തേക്കാണ് മാറുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ റീസൺസ് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതിയാകും. കാരണം അവിടെ റിസോഴ്സസിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻക്രീസ് മാറ്റി ഡിക്രീസ് ഇൻ റിസോഴ്സസ്. മറ്റൊന്ന് ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി, അതുപോലെ അത് ഡിറ്റീരിയറേഷൻ ഇൻ ടെക്നോളജി എന്ന് പറയാം. ഡിറ്റീരിയറേഷൻ ഇൻ ടെക്നോളജി. അപ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണെങ്കിൽ ഓർക്കുക, അത് ഡിറ്റീരിയറേഷൻ ഇൻ ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന അപചയം. അതായത് പഴഞ്ചൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉൽപാദനം നടത്താൻ പറ്റില്ല. അപ്പോൾ നിലവിലുള്ള PPC ലെഫ്റ്റിലേക്ക് മാറും. മറ്റൊന്ന് ഇവിടെ ഇൻക്രീസ് ആയിരുന്നെങ്കിൽ ഡിക്രീസിങ് അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളുടെ കുറവ്, അതും എന്തിലേക്ക് നയിക്കുന്നു? PPC ലെഫ്റ്റിലേക്ക് മാറാൻ കാരണം. അപ്പോൾ റൈറ്റിലേക്ക് മാറാൻ ഇൻക്രീസ് ഇൻ അവൈലബിൾ റിസോഴ്സസ്, ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി. ലെഫ്റ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനർത്ഥം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് അല്ല, ഡിക്രീസ് ഇൻ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഡിറ്റീരിയറേഷൻ ഇൻ ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന അപചയം. അതായത് പഴഞ്ചൻ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇതാണ് PPC യെ കുറിച്ച് നമുക്ക് പ്രധാനമായി പഠിക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ PPCയുടെ ഷേപ്പ് MOC കുറിച്ച് പറഞ്ഞു, അതുപോലെ MOCയുടെ ഡെഫിനിഷൻ പറഞ്ഞു, അതുപോലെ ഏത് MOC കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു, അതിനുശേഷം ഷിഫ്റ്റ് ഇൻ PPC യെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കാം. താങ്ക് യു.